രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത സൈനികരെ അപമാനിച്ചെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. राहुल गांधी जी ने जैसे ऑपरेशन सिंदूर को जादू किया है बोलता है. बालाकोट स्ट्राइक हमारे वीर जवानों ने जो कार्रवाई किया उसको मजाक उड़ा रहे हैं. 140 करोड़ भारतीयों ने प्रधानमंत्री बनाया, उसको वो जादू कहते हैं. ये कोई तरीका है? രാഹുലിന്റെ പരാമർശങ്ങൾ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കി PR അരവിന്ദ് ഡൽഹിയിൽ ചേർന്നു. അരവിന്ദ്, ഈ പറഞ്ഞ വനിതാ സംവരണ ബില്ലിലെ ഭേദഗതി ഭരണഘടനാ ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെ വോട്ടിട്ടാൽ പരാജയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും NDA സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ കാരണം അത്ര നിഷ്കളങ്കമായിരിക്കില്ല. എന്തായിരിക്കും NDA സർക്കാർ മുന്നിൽ കാണുന്നത്? വോട്ടിനിട്ട് തള്ളുമോ അതോ ഒരു JPCക്ക് വിടാനുള്ള സാധ്യതയുണ്ടോ? അതിനപ്പുറത്തേക്ക് പുറം ലോകത്തേക്ക് വനിതാ സംവരണത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എതിർക്കുന്ന നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്? കൃത്യമായ അത്തരത്തിലുള്ള പ്രചാരണമെല്ലാം ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വേളയാണ്. അപ്പോൾ കൃത്യമായി ഇതൊരു പ്രചാരണ ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അതുകൊണ്ട് തന്നെ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിൽ ഇത് പാസ്സാകൂ. അപ്പോൾ കൃത്യമായി കേന്ദ്ര സർക്കാരിന് ഇത് അറിയാമായിരുന്നു. പരാജയം ഉറപ്പിച്ചാണ് ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് രാഹുൽ ഗാന്ധി അടക്കം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇതിന് പിന്നിൽ രഹസ്യ അജണ്ടകളുണ്ട്. വനിതാ സംവരണത്തിന് പിന്നിലൂടെ മണ്ഡല പുനർനിർണ്ണയം നടത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം നഷ്ടപ്പെടുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് കൃത്യമായി രാജ്യവിരുദ്ധ ഒരു ബില്ലാണ്. അല്ലാതെ വനിതാ സംവരണത്തിന് വേണ്ടിയോ വനിതകൾക്ക് വേണ്ടിയോ അല്ല കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് വന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 2023 ഈ ബില്ല് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പാസ്സാക്കിയതാണ്. പക്ഷേ ഇത്രയും നാൾ അത് യാതൊരുവിധ നിലപാടുകളും സ്വീകരിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കാതെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കുക, അതിന് പിന്നാലെ ഈ ബില്ല് കൊണ്ടുവരിക എന്നെല്ലാം പറയുന്നത് കൃത്യമായി ഭരണഘടനാ വിരുദ്ധമാണ്. കൃത്യമായ കൂടിയാലോചനകൾ നടത്തി മാത്രമായിരിക്കും മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നതാണ് കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സഭയിൽ ചർച്ച തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ബില്ലിൽ ചർച്ച ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിവരെ ചർച്ച തുടർന്നിരുന്നു. പിന്നാലെ രാവിലെ 11:30 ചർച്ച പുനരാരംഭിച്ച ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിവിധ നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ എതിർത്തും അതുപോലെ തന്നെ അനുകൂലിച്ചും സംസാരിച്ചിരുന്നു. പ്രതിപക്ഷം പക്ഷേ ഒറ്റക്കെട്ടായി ബില്ലിനെതിരെ നിൽക്കുന്നതാണ് നമുക്ക് പാർലമെന്റിൽ നിന്ന് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ 293 NDAയുടെ ലോക്സഭയിലെ അംഗബലം എന്ന് പറയുന്നത്. 360 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിൽ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കൂ. നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലും ബില്ല് ലോക്സഭ പാസ്സാകില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളോ അല്ലെങ്കിൽ അനുനയ നീക്കമോ അവസാന ഘട്ടത്തിൽ നടന്നാൽ ഒരുപക്ഷെ ബില്ല് പാസ്സായേക്കും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കെല്ലാം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതാണ്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ മണ്ഡല പുനർനിർണ്ണയം പറയുമ്പോഴും ഏതാണ് വ്യവസ്ഥയെന്ന് കൃത്യമായി ബില്ലിൽ കേന്ദ്ര സർക്കാർ പറയുന്നില്ല. അപ്പോൾ 50% വർധനവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകാമെന്ന ഒരു ഉപാധി അടക്കം കേന്ദ്രം മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാകുന്നു. പക്ഷേ ഇത്തരം ഉപാധികളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കേണ്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പ്രതിപക്ഷം വ്യക്തമാക്കുന്ന ഒരൊറ്റ കാര്യം, നിലവിലെ 543 അംഗ ലോക്സഭയിലെ സംഖ്യത്തിൽ അതിൽ വനിതാ സംവരണം നടപ്പിലാക്കൂ. അതിന് തങ്ങൾ പൂർണ്ണ അനുകൂലമാണ്. മണ്ഡല പുനർനിർണ്ണയമെല്ലാം പിന്നീട് വലിയ ചർച്ചകൾ നടത്തേണ്ടതാണ്, JPCക്ക് വിടേണ്ടതാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് സംസാരിച്ച ശശി തരൂർ അടക്കം ഇത് വ്യക്തമാക്കിയിരുന്നു. കാരണം മണ്ഡല പുനർനിർണ്ണയം നടത്തി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപടം തന്നെ മാറും. അത് ആരാണ് അധികാരത്തിൽ വരുന്നത്, ആരാണ് അധികാരത്തിൽ തുടരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു ഒന്നാണ്. അപ്പോൾ 2029 തെരഞ്ഞെടുപ്പിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റ് നൽകാനാണ് BJPയുടെ ശ്രമം. കാരണം BJP 2029 തെരഞ്ഞെടുപ്പിൽ പരാജയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ സംസാരിക്കും. നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിക്കുകയും ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഘട്ടം വരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ബില്ല് പാസ്സാക്കാൻ അനുവദിക്കില്ല. എന്തായാലും നേരത്തെ ഈ ബില്ല് അവതരണ വേളയിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു. അപ്പോൾ 251 വോട്ടാണ് അനുകൂലിച്ച് ലഭിച്ചത്. അതേസമയം 185 പേർ എതിർത്തും വോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ സഭയിലേക്കുണ്ട്. പ്രതിപക്ഷത്തിന്റെ എല്ലാ അംഗങ്ങളും സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭരണപക്ഷത്തിന്റെയും എല്ലാ അംഗങ്ങളും സഭയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും NDAക്ക് ഒരു തരത്തിലും ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കാൻ പാടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അട്ടിമറി അടക്കം നടന്നാൽ മാത്രമായിരിക്കും വനിതാ സംവരണ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കുക. എന്തായാലും പ്രധാനമന്ത്രി അടക്കം വൈകാരികമായ സന്ദേശമെല്ലാം MPമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പോരാടണം, ഒരു ചരിത്ര ദിവസമായി ഇത് മാറ്റണമെന്നാണ്
ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി അടക്കം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വനിതകളുടെ പുതിയ അവകാശങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിലകൊള്ളണം, ശാക്തീകരണത്തിനൊപ്പം നിൽക്കണമെന്ന് കൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരടക്കം ഇത് എക്സ്പോസിൽ പങ്കുവച്ച് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ ബില്ല് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഏതായാലും വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിന് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതെങ്ങനെയാണ് ഇനി കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഇതിലും ശ്രദ്ധേയമായിട്ടുള്ളത്. കാരണം ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർത്താൽ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർത്തു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണത്തിലൊക്കെ ഒരുപക്ഷെ BJP പോയേക്കും. അതാണ് BJPയുടെ ഉദ്ദേശമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് കൃത്യമായി പ്രചാരണത്തിലടക്കം ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും ബില്ല് പാസ്സാകില്ല എന്നതാണ് 95% ഉറപ്പായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 5% എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായാൽ ഒരുപക്ഷെ ബില്ല് ലോക്സഭ പാസ്സാകും. അതിനുള്ള സാധ്യത കുറവാണ്. കാരണം 67 സീറ്റുകൾ അകലെയാണ് ഈ ബില്ല് പാസ്സാക്കൽ ഭൂരിപക്ഷം വേണ്ടിയേക്കുക. അതിനപ്പുറത്തേക്ക് 50% സീറ്റുകൾ എല്ലാ സംസ്ഥാനത്തിനും പ്രൊപ്പോർഷനേറ്റ് കൊടുത്താൽ ആ ഉപാധി നിലവിൽ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഉപാധി അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഉപാധി മുന്നോട്ട് വെക്കുന്നതിൽ ഭരണഘടന അനുസൃതമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നിലവിൽ ഈ പറയുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അത് ജനസംഖ്യ അനുസൃതമായി കൊടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു 50% പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് എന്ന കോംപ്രമൈസ് ഒക്കെ ഭരണഘടന അനുസൃതമാണോ അരവിന്ദ്? നിലവിൽ ഈ മണ്ഡല പുനർനിർണ്ണയം എങ്ങനെയാണ് നടത്തുക എന്ന കാര്യത്തിൽ ഈ ബില്ലിൽ കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. സെൻസസ് നടപടികൾ നടത്തും, മണ്ഡല പുനർനിർണ്ണയം നടത്തും, അതിനുശേഷം വനിതാ ഇത്തരത്തിൽ സംവരണം നടപ്പിലാക്കുമെന്നതാണ് ബില്ലിൽ പറയുന്നത്. ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? കാരണം 50% സീറ്റ് വർദ്ധിപ്പിച്ചാൽ തന്നെ ചെറിയ സംസ്ഥാനങ്ങൾ, കേരളത്തിൽ ഇപ്പോൾ 50% സീറ്റ് നൽകിയാൽ ഇപ്പോൾ നിലവിലുള്ള 20-30 വരും. പക്ഷേ ഉത്തർപ്രദേശിന്റെ കാര്യം പരിശോധിച്ചാൽ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ് അത് 120 സീറ്റുകളായി വരും. ഇപ്പോൾ കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് നിലവിൽ 60 സീറ്റുകളാണ്. പക്ഷേ 50% സീറ്റുകൾ ഈ സംസ്ഥാനങ്ങൾക്ക് രണ്ടും അനുസൃതമായി നൽകിയാലും കേരളവും UPയും തമ്മിലുള്ള വ്യത്യാസം അത് 90 വരും. അപ്പോൾ ലോക്സഭയിലും പാർലമെന്റിലേക്ക് വരുമ്പോൾ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വലിയ രീതിയിൽ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം മണ്ഡല പുനർനിർണ്ണയ രീതികൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 543 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അപ്പോൾ കേന്ദ്രം ഇപ്പോൾ വനിതാ സംവരണം നടപ്പിലാക്കാൻ തയ്യാറാണെങ്കിൽ ഈ 543 സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പിലാക്കട്ടെ, പ്രതിപക്ഷം അനുകൂലിക്കാമെന്നൊരു നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നു. പക്ഷേ അത്തരം നിലപാട് ഒരിക്കലും കേന്ദ്രം അംഗീകരിക്കാൻ പോകുന്നില്ല. കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ലോക്സഭ ഈ ബില്ല് പാസ്സാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാ സംസ്ഥാനങ്ങളും 50% സീറ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ പ്രായോഗികമല്ല. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് ജനസംഖ്യ അനുസൃതമായാണ് സീറ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ധാരണ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും സീറ്റ് കൊടുക്കുക എന്നുള്ളത് ഭരണഘടന അനുസൃതമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസ് പ്രായോഗികമായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിലവിലെ സ്ഥിതി അനുസരിച്ച് 67 സീറ്റ് അകലെയാണ് NDA സർക്കാരിന് ഈ ബില്ല് പാസ്സാക്കാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാകാനുള്ള സാധ്യത, ലോക്സഭ കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.